എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശിവൻ അലീനയോട് പറയുന്നുണ്ട്, ഹരി പോക്സോ കേസ് ചെയ്തിട്ടില്ല, അതായത് ശരണ്യെ 18 വയസ്സ് ആകുന്നതിന് മുമ്പ് ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവൻ ആണിയിട്ട് പറഞ്ഞു. അതൊന്ന് ഒഴിവാക്കി കിട്ടുവാണെങ്കിൽ അവന് ജാമ്യം കിട്ടിയേനെ, ബാക്കി എല്ലാത്തിനും അവന് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അങ്കിളിനൊരു കാര്യം അറിയാവോ, അവൻ ഇതിനു മുമ്പും പലതവണ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ബോധമുള്ളപ്പോൾ അവളുടെ അടുത്ത് ഇതൊന്നും നടക്കുകയില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ടാണ് അവൻ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി ഈ പരിപാടി ചെയ്തത്. അവൻ മാത്രമല്ല, അവൻ്റെ കൂട്ടുകാർക്ക് കൂടി അവൻ അവളെ പങ്കുവെച്ചു. ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള ഒരുത്തനെ രക്ഷിക്കണമെന്ന് പറയാൻ എങ്ങനെ അങ്കിളിന് തോന്നുന്നത്? സ്വന്തം മകനാണ്, സമ്മതിച്ചു. പക്ഷേ അവൻ്റെ ഈ ദുഷിച്ച മനസ്സ് മാറണമെങ്കിൽ അവൻ ആ ജയിലിൽ തന്നെ കിടക്കണം. ഇങ്ങനെയുള്ളവരെ ആ ജയിലിൽ കിടത്തുക മാത്രമല്ല ചെയ്യേണ്ടത്, ജയിൽ ശിക്ഷ കിട്ടുക മാത്രമല്ലായിരുന്നു ചെയ്യേണ്ടത്, ഏതെങ്കിലും മാനസികാരോഗ്യ ആശുപത്രി കൊണ്ടുപോയി അവൻ്റെ മനസ്സുകൂടി ചികിത്സിക്കണമായിരുന്നു, എങ്കിലേ ശരിയാവുള്ളൂ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അന്നേരം ആകെ വിഷമിച്ചിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ശിവൻ. അന്നേരം അലീന വീണ്ടും പറയുവാണ്, അങ്കിളിന് വിരോധമൊന്നും തോന്നരുത്, ഹരിയുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, എനിക്കതിന് താല്പര്യവുമില്ല. കാരണം അവൻ്റെ മനസ്സ് അത്രത്തോളം ദുഷിച്ചതാണ്. ആ മനസ്സ് മാറിയേ പറ്റുള്ളൂ. അവൻ എന്നോട് തന്നെ എന്താ ചെയ്തതെന്ന് അങ്കിളിന് അറിയാലോ. അതുകൊണ്ട് ഒരു ചെറു വിരൽ പോലും ഞാൻ ഹരിക്ക് വേണ്ടി അനക്കില്ല, ഒന്നും ചെയ്യത്തുമില്ല എന്ന് പറയുവാണ്. അന്നേരം ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ശിവൻ. അന്നേരം ശിവനോട് പറയുന്നുണ്ട്, അങ്കിളിന് എന്നോട് വിഷമമൊന്നും തോന്നരുത് കേട്ടോ എന്ന്. എന്നിട്ട് ശിവൻ പറയും, എന്തിനു വിഷമം തോന്നാൻ? അവൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മകനായി പോയില്ലേ, ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരുടെ പുറകെ നടക്കുന്നത് എന്ന് പറയും. എന്നിട്ട് എന്നാൽ ശരി, ഞാനൊന്ന് വൈജിയെ കാണട്ടെ, അവളെ അങ്ങനെ കണ്ടിട്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പം അലീനെ വീണ്ടും വിളിക്കും. അങ്കിളെ, ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാഡം എൻ്റെ റൂമിൽ വന്ന് എന്നെ കണ്ടിരുന്നു, എന്നിട്ട് എന്നോട് ഇവിടുന്ന് പോകണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയും. അന്നേരം ശിവൻ ചോദിക്കും, എന്നിട്ട് അലീന എന്താ തീരുമാനിച്ചത് എന്ന്. അന്നേരം അലീന പറയും, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു, പൊയ്ക്കോളാം എന്ന് മാഡത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നേരം ആകെ ഇങ്ങനെ വിഷമിച്ച് നോക്കിക്കോ ശിവനറിയാലോ ആരാണ് അലീന എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യാനാ, അവളുടെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി, അറിവില്ലായ്മ കൊണ്ട് അവൾ ഓരോന്നും പറയുന്നതാണ് എന്ന് പറയും. അങ്ങനെ പറയുന്നത് അലീന പറയും, ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത്രയും പൈസ, എനിക്ക് ആവശ്യമുള്ളത്രയും പൈസ തരാമെന്ന് വരെ മാഡം പറഞ്ഞു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആകപ്പാടെ ഒരു കുറച്ചിൽ തോന്നിയിട്ടാണ് ശിവൻ പറയുന്നത്, എന്ത് ചെയ്യാം, അറിവില്ലായ്മ കൊണ്ടാണ് അവളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്ന്. അന്നേരം ഒരു ചിരിയോടുകൂടി അലീന പറയുവാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലേ അങ്കിളേ എന്ന്. ഒന്നും തിരിച്ച് പറയാനില്ല ശിവന്. എന്നിട്ട് എന്തെങ്കിലും ആകട്ടെ, ഞാൻ ഏതായാലും അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പോവാണ്. അവിടുന്ന് നേരെ വൈജയന്തിയുടെ റൂമിലേക്കാണ് ശിവൻ പോകുന്നത്. വൈജയന്തി റൂമിൻ്റെ ലോക്കൊക്കെ ഇട്ടിട്ടാണ് അകത്തിരിക്കുന്നത്. റൂം തട്ടി കഴിയുമ്പോൾ തുറക്കും. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ റൂമിന് ഇങ്ങനെ ലോക്ക് ഇട്ടേക്കുന്നത്, വേറെ ആരെങ്കിലും ഇടിച്ച് കയറി വരുമോ എന്ന് ചോദിക്കുമ്പോൾ, ആര് വരാനാണ്, ഇങ്ങോട്ട് ഒരാളും വരേണ്ട കാര്യമില്ല, ചത്താൽ പോലും തിരിഞ്ഞു നോക്കിയല്ലാതെ കുറേ എണ്ണങ്ങളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ഇപ്പോൾ അവളുടെ സൈഡല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, എടി അങ്ങനെ അവരെല്ലാവരും മറു സൈഡ് ചാടിയെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ബുദ്ധി എനിക്കുണ്ട്, അതുകൊണ്ടാണല്ലോ അവളുടെ കണ്ണ് കാണിക്കലും കൈ കാണിക്കലിലും ഒന്നും വീഴാതെ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവളെ പോയി കണ്ടതും അവളോട് ഇവിടുന്ന് പോകണം എന്ന ആവശ്യം പറഞ്ഞതും എന്ന് പറയും. അന്നേരം ശിവൻ പറയും, ഞാനും അവളെ കണ്ടായിരുന്നു, അവൾ ഇവിടുന്ന് പോയിക്കോളാം എന്ന് എന്നോടും പറഞ്ഞു എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അവൾ ഇവിടുന്ന് പോകണം, എൻ്റെ മക്കളെയും എൻ്റെ വീടിനെയും എനിക്ക് തിരിച്ചു കിട്ടണം, ബാലേന്ദ്രൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അന്നേരം ശിവൻ ചോദിക്കും, നീ എന്താ അങ്ങനെ സംസാരിക്കുന്നത്, ഇവിടെ ഉള്ളത് നിൻ്റെ മക്കളും ഭർത്താവുമാണ്, അത് നീ മറന്നു പോകരുത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരരുത് എന്നുള്ള ഉറപ്പ് കൂടി എനിക്ക് കിട്ടണം. ഈ വീട്ടിൽ ഒരാളുമായിട്ടും അവളൊരു കോണ്ടാക്റ്റ് വെക്കാൻ പാടില്ല, ബന്ധം വെക്കാൻ പാടില്ല എന്ന് പറയുമ്പം ശിവൻ ചോദിക്കും, നീ ഇതിനെ അങ്ങനെ വാശി പിടിക്കുന്നത്, ആദ്യം അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നും പറഞ്ഞു, അത് നടക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യം പിന്നീട് ആലോചിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുവാണ്, അതുപോരാ, ആ ഒരു ഉറപ്പ് കൂടി എനിക്ക് കിട്ടണം, അവളാണ് ഈ കുടുംബം തകർത്തത്, അതുകൊണ്ട് ഇനി ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധവും അവൾ വിളിക്കാൻ പാടില്ല, അതെൻ്റെ വാശിയാണ് എന്ന് തന്നെ പറയുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, ആദ്യം നടക്കാനുള്ള കാര്യം നടക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ളതിനെ കുറിച്ച് സംസാരിക്കാം, നീ ഒരുപാട് വാശി പിടിക്കല്,
ഇതൊക്കെ ബാലേന്ദ്രൻ അനുവദിച്ചു തരുമോ അല്ലെങ്കിൽ സമ്മതിക്കുമോ എന്നൊന്നും നിനക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് വാശി പിടിക്കരുത് എന്ന് പറയുമ്പം വൈജയന്തി അത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. എൻ്റെ കുടുംബമാണ്, ആ കുടുംബം എനിക്ക് തിരിച്ചു കിട്ടണം, അതിന് അവൾ അങ്ങനെ ഒരു ഉറപ്പ് തന്നേ പറ്റുള്ളൂ എന്ന് തന്നെ ഉറച്ചു നിൽക്കുന്നു വൈജയന്തി. പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്നുള്ളൊരു ഭാവത്തിലാണ് ശിവൻ്റെയും നിൽപ്പ്. പിന്നെ വിളിക്കുന്ന അലീനയാണ്. അലീനയെ രേവതിക്കുട്ടി വിളിക്കും. എന്നിട്ട് എങ്ങനെയുണ്ട്, സുഖമായോ എന്നൊക്കെ ചോദിക്കുമ്പം പനിയൊക്കെ മാറി, പക്ഷേ അടുക്കളയിൽ കയറാൻ ബബിതയും കൃഷ്ണമോളും അനുവദിക്കുന്നില്ല, അവരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പം ആ വീട്ടിലൊരു കൊച്ചു തമ്പുരാട്ടിയെ പോലെ കഴിയുമോ അല്ലേ എന്ന്. അന്നേരം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആകാം, പക്ഷേ ഞാനതൊന്നും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് മേഡം എങ്ങനെയുണ്ട്, മേഡത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അവിടെ യാതൊരു മാറ്റവും ഇല്ല, എന്നെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ റൂമിൽ വന്ന് എന്നോട് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു, ഞാൻ ആ കാര്യം സമ്മതിച്ചു കൊടുത്തിട്ടുമുണ്ട് എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി ചോദിക്കും, അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ അവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ പോരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുവാണ്, എനിക്കിവിടെ ഒന്നുമില്ല മോളെ, എൻ്റെ ആരുമല്ല ഇവിടെ ഉള്ളവർ, എന്നെ അവർക്ക് ആർക്കും ആവശ്യവുമില്ല, അതുകൊണ്ടാണല്ലോ ഉണ്ടായപ്പോഴേ എന്നെ ഉപേക്ഷിച്ചത്. ഇനി എവിടെയെങ്കിലും ഒന്ന് എടുത്തു വെക്കാമെന്ന് വെച്ചാൽ തന്നെ വേലക്കാരി എന്നുള്ള സ്ഥാനത്തല്ലാതെ വേറെ ഏത് രീതിയിൽ പരിഗണിച്ചാലും ഏച്ചി കിട്ടിയാൽ മുഴച്ചിരിക്കും എന്നൊരവസ്ഥയിലാണ് ഞാൻ. ഇതിനാണ് അധികപ്പറ്റ് എന്ന് പറയുന്നത്. അധികപ്പറ്റ് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉദാഹരണം ഞാനാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി ചോദിക്കും, എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ചേച്ചിയുടെ മനസ്സിൽ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ പിന്നെ പറയാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി ചിന്നുമോളുടെ കാര്യം പറയുവാണ്. ചിന്നുമോളുടെ സിസ്റ്റർ വിളിച്ചായിരുന്നു, ഇങ്ങനെ അഡോപ്ഷൻ്റെ കാര്യം പറഞ്ഞു എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അവിടുത്തെ സിസ്റ്റർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കത്തില്ല, നമ്മുടെ അനുവാദം ഇല്ലാണ്ട്, അത് നമ്മളോട് അനുവദിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, തിരുവല്ലയിലെ വലിയ കാശുകാരാണ് വന്ന് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്, അവർ ചിന്നുമോളെ കൊടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ അനാഥാലയത്തിന് ഡൊണേഷൻ കൊടുക്കാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് അലീന പറയും. അന്നേരം രേവതിക്കുട്ടി ചോദിക്കും, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്, 5 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ചിന്നുമോളെ വിൽക്കാനാണോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, വിൽക്കാനല്ലല്ലോ മോളെ, അവർ നല്ല ആൾക്കാരാണെങ്കിൽ ചിന്നുമോൾക്ക് നല്ലൊരു അച്ഛനെയും അമ്മയല്ലേ കിട്ടാൻ പോകുന്നത്, നിന്നെപ്പോലെ തന്നെ. അതുപോലെ ഒരുപാട് സൗഭാഗ്യങ്ങളോടുകൂടി, ഒരുപാട് അവൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത അവസ്ഥയിൽ അവൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ലേ, അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാമെന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി ചോദിക്കും, ഇനി അവർ വിളിക്കുമ്പോൾ എന്താ പറയേണ്ടത് എന്ന്. അന്നേരം അലീന പറയും, അവരോട് വെയിറ്റ് ചെയ്യാൻ പറ, ഞാനൂടെ ഒന്ന് ഫ്രീ ആകട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം, അവർ നല്ല ആൾക്കാരാണോ എന്നൊക്കെ സിസ്റ്റർ അന്വേഷിച്ചായിരുന്നോ, അതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് ആലോചിക്കണ്ടേ, അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ശിവനെയാണ്. ശിവൻ വേറെ നിവൃത്തിയില്ലാതെ ശരണ്യയുടെ അച്ഛനെ വിളിക്കുവാണ്. വിളിച്ച് കഴിയുമ്പോൾ, നിങ്ങൾ ആരാ, നിങ്ങളെ എനിക്കറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്, എൻ്റെ പേര് ശിവശങ്കരൻ എന്നാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ശരണ്യയ്ക്ക് പറ്റിയ ആ ഒരു ദുരന്തത്തെ പറ്റിയൊക്കെ പറയുമ്പം, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണല്ലോ, നിങ്ങൾ ആരാണ് എന്ന് പറ എന്ന് വീണ്ടും പറയുവാണ് ശരണ്യയുടെ അച്ഛൻ. അന്നേരം പറയും, ഞാൻ അതിലെ 1-ാം പ്രതിയുടെ അച്ഛനാണ് എന്ന് പറയുമ്പോഴത്തേക്കും ശരണ്യയുടെ അച്ഛന് അങ്ങ് ദേഷ്യം പൊട്ടും. അന്നേരം അങ്ങേര് ചോദിക്കുന്നുണ്ട്, തനിക്ക് നാണമില്ലേ എന്നെ ഫോൺ വിളിക്കാൻ, ഇങ്ങനെ ഒരുത്തിനെ താൻ ഏത് സമയത്താണോ ജനിപ്പിച്ചത്, അവൻ്റെയൊക്കെ തന്തയാന്ന് പറഞ്ഞിരിക്കുന്നേ, പെദം പോയി തൂങ്ങിച്ചത്തൂടെ എന്നൊക്കെ ചോദിച്ച് വായി തോന്നി ചീത്ത എല്ലാം പറയും. അതെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് ശിവശങ്കരൻ പറയുവാണ്, ഇതെല്ലാം സത്യമാണ്, ഞാൻ സമ്മതിച്ചു തരുന്നു, നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഞാനും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ കിട്ടിക്കോട്ടെ, അവൻ ജയിലിൽ കിടന്നോട്ടെ, അവന് കഠിന തടവ് കിട്ടിക്കോട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷേ ആ പോക്സോ കേസ് ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജയിലിൽ ചെന്നപ്പം ആണയിട്ട് പറഞ്ഞു, അതുകൊണ്ട് ചെയ്യാത്ത തെറ്റിന് എൻ്റെ മകനെ ശിക്ഷിക്കരുത് എന്ന് പറയുവാണ്. അന്നേരം ശരണ്യയുടെ അച്ഛൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ തോന്നിയല്ലോ, ഒരു കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്കാം, അവൻ്റെ പേരിൽ ഇപ്പം ചാർത്തി കൊടുത്തേക്കുന്ന ഒരു കേസും വിട്ടുകളയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, വേണമെങ്കിൽ ബാലപീഡന കേസ് കൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഞങ്ങൾ കൊടുക്കും, അവൻ അങ്ങനെ ഇനി സൂഹിക്കേണ്ട, എൻ്റെ മോളോട് ചെയ്തത് പറയാൻ പോലും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, അതുപോലത്തെ ദ്രോഹമല്ല അവൻ എൻ്റെ മോളോട് ചെയ്തത്, അവനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലമല്ല അവൻ കൊടുത്തത്, ഇങ്ങനത്തെ നിർകൃഷ്ട ജീവിയെ രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല, മനുഷ്യകുലത്തിനോ അല്ലെങ്കിൽ ജീവനുള്ള ജീവികൾക്ക് മൊത്തം അവൻ അപമാനമാണ്, അതുകൊണ്ട് അവന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുവാണ് ശരണ്യയുടെ അച്ഛൻ. വേറെ നിവൃത്തിയില്ലാതെ പിന്നെ ഫോം വയ്ക്കുന്നു ശിവശങ്കരൻ.
അതിനുശേഷം പ്രഭാകരൻ ഈ കാര്യം ശരണ്യയുടെ അമ്മയോട് പറയുന്നുണ്ട്. നാണം ഉണ്ടെങ്കിൽ അയാൾ എന്നെ വിളിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ശരണ്യയുടെ അമ്മ പറയുകയാണ്, മക്കൾ ഓരോന്ന് ചെയ്തു വയ്ക്കും, അതിൻ്റെ പേരിൽ മാതാപിതാക്കളല്ലേ ബുദ്ധിമുട്ടുന്നത്. ഇപ്പം തന്നെ നമ്മുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പേടിയാണ്, നമ്മൾ എന്തോരം അനുഭവിച്ചു എന്ന് പറയുമ്പം പ്രഭാകരൻ പറയുവാണ്, നമ്മൾ അനുഭവിക്കുന്നില്ലേ അതുപോലെ അയാളും അനുഭവിക്കണം, അതുകൊണ്ട് ഈ കാര്യത്തിൽ വേറൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്ന അലീനയാണ്. അലീന എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. രാവിലെ രോഹിത്തിനെയും കൊണ്ട് അച്ഛനെ കാണാൻ പോകാൻ വേണ്ടിയാണ്. അന്നേരം എല്ലാവരോടും ഫുഡ് എടുത്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ധൃതി കാണിക്കുമ്പം കൃഷ്ണമോള് ചോദിക്കും, ചേച്ചി ഫുഡ് കഴിച്ചോ എന്ന്. അന്നേരം ഞാൻ കഴിക്കാൻ നിന്നാൽ താമസിക്കും മോളെ, അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ബബിത പിടിച്ചിരുത്തും. അങ്ങനെ പോകണ്ട, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പ്ലേറ്റും എടുത്ത് വയ്ക്കും, ഫുഡും എടുത്ത് വയ്ക്കുവാണ് രാവിലെ കഴിക്കാനുള്ളത്. എന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ബബിത പറയുന്നുണ്ട്, ആ മാനേജരച്ഛന് ഒരു ചൊറിഞ്ഞ് സ്വഭാവമാണ് രോഹിയേട്ടൻ പറഞ്ഞത്, അതുകൊണ്ട് പോയാലും നടക്കുമോയെന്ന് അറിയത്തില്ല, അച്ഛൻ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യത്തിനാണ് ഇപ്പം അലീന ചേച്ചിയും രോഹിയേട്ടനോട് ഇറങ്ങി പുറപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ശ്രമിച്ചു നോക്കണം. നമ്മുടെ ജീവിതമാണ്, അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. നടക്കില്ല എന്ന് ഓരോരുത്തർ പറയുമ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ അതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ചിലപ്പോൾ നടന്നാലോ, അതുകൊണ്ട് നമ്മൾ ഈ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ മോട്ടിവേഷൻ കാര്യങ്ങൾ പറയുമ്പം കൃഷ്ണമോള് പറയുവാണ്, ഇതൊക്കെ ഒന്ന് എഴുതി തന്നെ കേട്ടോ, ക്ലാസ്സിൽ പോയി പിള്ളേരുടെ മുമ്പിൽ പറഞ്ഞൊന്ന് ഷൈൻ ചെയ്യാനാണ് എന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, ചക്ക എന്ന് പറഞ്ഞാൽ കൊക്കെന്ന് കേൾക്കുന്ന ഇവളാണ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത്, ഇതൊക്കെ ഒരു സന്ദർഭവശാൽ പറയുന്നത്, അല്ലാതെ നിനക്ക് തോന്നുമ്പോഴെല്ലാം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയും. അന്നേരം ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് ചിരിക്കും അലീന. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അതെ ഒരുപാട് ചിരിക്കുമൊന്നും വേണ്ട, ഈ ഇടയായിട്ട് ചില പക്ഷഭേദങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, വന്ന വഴി മറക്കരുത് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും, അയ്യോ ഞാൻ നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നത്, സ്നേഹിക്കുന്നില്ലെന്ന് നിനക്ക് തോന്നുവാണോ, എങ്കിൽ വാ തുറന്നേ, ഞാൻ ഈ ഫുഡ് വായിലോട്ട് വെച്ച് തരാമെന്ന് പറയും. അന്നേരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തുറന്നിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് വായി വെച്ച് കൊടുക്കും. ഇപ്പം വിഷമം മാറിയോ എന്ന് ചോദിക്കുവാണ്. അത് കഴിഞ്ഞ് രോഹിതിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ബബിത പോവുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പം അവിടെ ശിവൻ എങ്ങനെയെങ്കിലും ഹരിയേനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുവാണ്. വേറെ ഒരാളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അയാൾ പ്രഭാകരനോട് സംസാരിക്കാമെന്ന് പറയുന്നു, പോക്സോ കേസ് ഒഴിവാക്കാൻ വേണ്ടി. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഈ ആൾ പ്രഭാകരനോട് വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ, പോക്സോ കേസ് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ. അന്നേരം എൻ്റെ മകളുടെ മാനത്തിനുള്ള വിലയല്ലേ നിങ്ങൾ ഈ തരുന്നത്, നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന അതിനെക്കുറിച്ചാണല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്ന പ്രഭാകരനെയാണ് കാണിക്കുന്നത്. അതുപോലെ മാനേജരച്ചനെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന രോഹിത്തിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഓരോന്നോരോന്നായിട്ട് പൊരുതി നേടിത്തരുവാണ് അലീന. അന്നേരം നീ മനസ്സിലാക്കണം നിൻ്റെ ജീവിതത്തിൻ്റെ വില എന്താണ് എന്ന്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും അത് നീ മനസ്സിൽ വെച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് രണ്ടുപേരെയും കൂടെ, അലീനയും രോഹിത്തിനെയും കൂടെ മാനേജരച്ചനെ കാണാനായിട്ട് പറഞ്ഞു വിടുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നാളത്തെ എപ്പിസോഡ്.